ഇന്ത്യ ഈ 2023 എന്ന് പറയുന്ന ഈ വർഷത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ എന്തായിരുന്നു, എന്ത് ഷോക്കേസ് ചെയ്തു, ഇന്ത്യയുടെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമാണ്, ഒരു ഗ്ലോബൽ സമ്മിറ്റാണ്, ഒരു ഗ്ലോബൽ ലീഡേഴ്സിൻ്റെ സമ്മിറ്റാണ് G20 ഉച്ചകോടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ. മറ്റൊരു സംഭവമാണ് ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ്. ഭയങ്കര രീതിയിൽ ഇന്ത്യ അടക്കമുള്ള 9 രാജ്യങ്ങൾ ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ 2023 എന്ന് പറയുന്ന ഈ വർഷം. ഹലോ ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ SSC RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ പറഞ്ഞ് ഒരു വർഷം ഇത് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ്. 2023 നമ്മളോട് വിട പറയാൻ ഇനി വളരെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു പോകുന്ന ഈ സമയത്ത് ഇന്ത്യ 2023 എന്ന് പറയുന്ന വർഷത്തിൽ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഓവർവ്യൂ ആണ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നത്. ഇന്ത്യ ഈ 2023 എന്ന് പറയുന്ന ഈ വർഷത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ എന്തായിരുന്നു, എന്ത് ഷോക്കേസ് ചെയ്തു, ഇന്ത്യയുടെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമാണ്, ഇന്ത്യ ഈ 2023 എന്തൊക്കെ കൈവരിച്ചു, ഇന്ത്യയുടെ എന്തൊക്കെ ഫോക്കസ് ചെയ്തു പോലുള്ള കാര്യങ്ങൾ ഒരു നിങ്ങളിലേക്ക് ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഒരു ആസ്പിറൻ്റ് എന്ന നിലയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻട്രിയുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ വീഡിയോ ചാനലിലേക്ക് വരികയാണെന്ന ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, ഈ ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ത്യ അറ്റ് 2023 എന്ന് പറയുന്ന ഒരു സെഷൻ്റെ ആദ്യത്തെ പാർട്ട്. നമുക്കറിയാം 2023 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്ത്യയിൽ നടന്നത് G20 സമ്മിറ്റിന് വേദിയായിട്ട് നമ്മൾ അധ്യക്ഷത വഹിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്തോനേഷ്യ ആയിരുന്നു ഈ ഒരു 2023 വേദിയായിട്ട് മാറേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അധ്യക്ഷത പദവി സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ മറ്റൊരു ഗ്ലോബൽ സമ്മിറ്റ് ഉള്ളത് മൂലം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു അയൽ രാജ്യം എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെ 2023 നമ്മൾക്ക് വരികയായിരുന്നു. ഈ 2023 എന്ന് പറയുന്ന ഈ വർഷത്തിൽ G20യുടെ അധ്യക്ഷത വഹിക്കുന്നതോടുകൂടി ഇന്ത്യ ഒരു ചരിത്രപരമായിട്ടുള്ള നേട്ടത്തിലേക്കാണ് വരുന്നത്. ഈ G20യിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, അതുപോലെ തന്നെ ചൈന, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, അതുപോലെ തന്നെ ജപ്പാൻ, മെക്സിക്കോ, റഷ്യ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ, ടർക്കി, അതുപോലെ തന്നെ UK, US പോലെയുള്ള രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഗ്ലോബൽ സമ്മിറ്റാണ്, ഒരു ഗ്ലോബൽ ലീഡേഴ്സിൻ്റെ സമ്മിറ്റാണ് G20 ഉച്ചകോടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങ് അർജന്റീനയുടെ പ്രസിഡന്റ് ആൽബർട്ടോ ഫെർണാണ്ടസ് മുതൽ ചൈനയുടെ ലീഡറായിട്ടുള്ള സി ജിൻപിങ് മുതൽ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോ മുതൽ നമ്മൾ ഈ കാണുന്ന സൗദി അറേബ്യയുടെ പുതിയ രാജാവായിട്ടുള്ള സൽമാൻ ബിൻ അൽ സയ്യിദ് എന്ന് പറഞ്ഞ വ്യക്തി അടക്കം, സൗത്ത് ആഫ്രിക്കയുടെ സിറിൽ റാമഫോസ അടക്കം, UKയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ വംശജൻ കൂടിയായിട്ടുള്ള ഋഷി സുനക് അടക്കം, വ്ളാഡിമിർ പുടിൻ അടക്കം ഒരുപാട് ഗ്ലോബൽ ലീഡേഴ്സ് പങ്കെടുത്തിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവായി ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇതിന് അധ്യക്ഷത കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഈ G20 എന്ന് പറയുന്ന ഈ ഒരു സംഭവം നടന്നത് സെപ്റ്റംബർ മാസത്തിലായിരുന്നു. സെപ്റ്റംബർ 9 മുതൽ 10 ദിവസം, 2 ദിവസം, സെപ്റ്റംബർ 9, 10 തീയതികളിലായിട്ടായിരുന്നു ഈ ഒരു G20 ലീഡേഴ്സിൻ്റെ സമ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് സംഭവിച്ചത്. ഇത്രയും ലീഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി ഈ ഒരു G20 സമ്മിറ്റിൻ്റെ 18ാമത് G20 ആണ് ഇന്ത്യയിൽ വെച്ച് നടന്നത്. ഈ ഒരു 18ാമത് G20യുടെ തീം എന്ന് പറയുന്നത് വസുദൈവ കുടുംബകം എന്നാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേൾഡ് ഇസ് വൺ ഫാമിലി എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥമാക്കുന്നത്. ലോകമാകുന്ന ഒറ്റ ഫാമിലി ആയിട്ടാണ് എന്ത് പറയുന്നത്, വസുദൈവ കുടുംബകം എന്നുകൊണ്ട് ഇന്ത്യ അതിന് പേരിട്ടിരിക്കുന്നത്, ആ തീമിന് പേരിട്ടിരിക്കുന്നത്. ഇതിൽ G20 ഈ ഒരു വേദിയിൽ പങ്കെടുക്കുന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങളിലേക്ക് ആ ലീഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഐക്യകണ്ഠേന പല പ്രമേയങ്ങളും പല ഡിക്ലറേഷൻസും നടത്തിയിട്ടുണ്ട്. നമ്മൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിനോടുള്ള ഒരു സമീപന രീതി എങ്ങനെയായിരിക്കണം, ലോകത്ത് ഇനി മൊത്തമായിട്ടുണ്ടാകുന്ന ഹങ്കർ, പോവർട്ടി, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെ കടന്നു ചെല്ലണം, ബയോഫ്യൂവൽ പോലുള്ള മേഖലകളിലേക്ക് എങ്ങനെ വരണം, സയൻസ് ആൻഡ് ടെക്നോളജി പോലുള്ള മേഖലകളിൽ എങ്ങനെ ഗ്ലോബൽ ലെവലിൽ ഈ ഒരു രാജ്യങ്ങളിലൂടെ പ്രോഗ്രസ് വരുത്താൻ പറ്റും, അങ്ങനെ എക്കണോമിക്കലി എങ്ങനെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ വളരാൻ പറ്റും, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വേദിയിൽ ചർച്ചയായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് ധാരണയുമായിട്ടുണ്ട്. ഇനി ഈ ഒരു വേദിയുടെ
ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഫ്രിക്കൻ യൂണിയനെ G20 എന്ത് ചെയ്തിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ രീതിയിലാണ് ഗ്ലോബലി അത് കണക്കാക്കുന്നത്, വളരെ വലിയ രീതിയിൽ. കാരണം ആഫ്രിക്കൻ യൂണിയൻ പോലുള്ള ഒരു രാജ്യത്തെയും കൂടി ഈ G20 ക്ഷണിക്കുന്നതോടുകൂടി അതിലൊരു മെമ്പർ ആവുന്നത് കൂടി ഒരുപാട് രീതികളിൽ എന്താ പറയുക, ലോകത്തെ തന്നെ മികച്ച രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ആഫ്രിക്ക കൂടി ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരുമിച്ച് വളരാം എന്നുള്ളൊരു വലിയൊരു സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. G20 ലീഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഫ്രിക്കൻ യൂണിയനെ ഇതിലേക്ക് ഒരു പെർമനന്റ് മെമ്പർ ആയിട്ട് ഒരു ഗസ്റ്റ് ഇൻവൈറ്റി ആയിട്ടല്ല ക്ഷണിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് പെർമനന്റ് മെമ്പർ ആയിട്ടാണ് ആഫ്രിക്കൻ യൂണിയനെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഓൾറെഡി നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ ഫ്രാൻസ് ഒക്കെ ഇതിൽ മെമ്പേഴ്സാണ്. അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ആഫ്രിക്കൻ യൂണിയനെയും ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള G20 ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ പ്രസൻസ് കൂടി ഉള്ളതുകൊണ്ട് തുടർച്ചയായിട്ട് ഒരുമിച്ച് ഇൻക്ലൂസീവ് ആയിട്ടൊരു ഡെവലപ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് അതുപോലെ തന്നെ യൂറോപ്പ് എക്കണോമിക് കോറിഡോർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ധാരണയായിട്ടുണ്ട്. അതായത് ഇന്ത്യ ഉൾപ്പെടെ സൗദി അറേബ്യ ഉൾപ്പെടെ US ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയനുമായി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു എക്കണോമിക് കോറിഡോർ നിർമ്മിക്കുന്നു. അതിലൂടെ റെയിൽവേ ലൈനുകളെയും അതിലൂടെ ലൈനുകളിലൂടെയും ഒരുമിച്ച് നിന്ന് സാമ്പത്തികമായിട്ട് ഗ്ലോബലി വളർച്ചയിലൂടെ കൈവരിക്കാം എന്നുള്ളതാണ് ഒരു ഇതായിട്ട് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഇത് ഒരു മെമ്മോറാണ്ടം സൈൻ ചെയ്തിട്ടുണ്ട് ആ വേദിയിൽ തന്നെ വെച്ച് തന്നെ. ഇന്ത്യ ഉൾപ്പെടെ US, സൗദി അറേബ്യ, യൂറോപ്യൻ യൂണിയൻ, അതുപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഗൾഫ് രാജ്യം, ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ തന്നെ ഇറ്റലി എല്ലാം ചേർന്നിട്ട് ഈ IMEC എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ത് ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് വലിയ രീതിയിലുള്ളൊരു മാറ്റത്തിലേക്കാണ് പറയുന്നത്. ഗ്ലോബൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുള്ളൊരു സംവിധാനമാണ്. കാരണം ഇത് ഒരു വലിയ രീതിയിലേക്ക് ഗ്ലോബലി ഒരു മാർക്കറ്റിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ ഈ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഗ്ലോബലി വലിയ രീതിയിലുള്ള പവേഴ്സാണ് US അതുപോലെ തന്നെ നമ്മൾ സൗദി അറേബ്യ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ പറയുന്നത്. അതിലൂടെ വരുന്ന വരവ് ഇതൊക്കെ എന്താ പറയുക, ചരക്ക് ഇതിൽ വരുന്നതായിക്കോട്ടെ, സീ ലൈൻസിലൂടെ ആയിക്കോട്ടെ, റെയിൽവേ ലൈൻസിലൂടെ ആയിക്കോട്ടെ, ഇതിലൊരു കണക്ടിവിറ്റി ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള മാർക്കറ്റ് എന്താ പറയുക മാറ്റങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതിലൂടെ സാമ്പത്തിക ശക്തികൾ പലതും മാറ്റും. ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ ലോകത്തേക്ക് കൊണ്ടുവരാൻ ഈ IMEC ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് ഓർഡർ സാധിക്കുമെന്നാണ് പറയുന്നത്. കോറിഡോർ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ഇനി മറ്റൊരു സംഭവമാണ് ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ്. ഭയങ്കര രീതിയിൽ ഇന്ത്യ അടക്കമുള്ള 9 രാജ്യങ്ങൾ ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ബയോഫ്യൂൽ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം. നമുക്കറിയാം, പെട്രോളിയം പ്രൊഡക്ട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സസ് യൂസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ബയോഫ്യൂൽ മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ടാണ്. എനർജി നമ്മുടെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നേച്ചറും കൺസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ ഇന്ത്യ അടക്കമുള്ള G20 പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതിന് ഒപ്പുവെച്ചു എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കുക, ഇന്ത്യ ഉൾപ്പെടെയുള്ള 9 രാജ്യങ്ങളാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ലീഡർഷിപ്പ് എടുത്ത് മുന്നോട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ, US, ബ്രസീൽ, അർജന്റീന, ബംഗ്ലാദേശ്, ഇറ്റലി, മൗറീഷ്യസ്, സൗത്ത് ആഫ്രിക്ക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഈ ഒരു ടോപ്പ് എന്താ പറയുക 9 പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഇന്ത്യ, US, ബ്രസീൽ, അർജന്റീന, ബംഗ്ലാദേശ്, ഇറ്റലി, മൗറീഷ്യസ്, സൗത്ത് ആഫ്രിക്ക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇവരാണ് ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൂടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ ഓൾറെഡി ഇതിനു വേണ്ടി പല ബയോഫ്യൂൽസിന് വേണ്ടി പലതരത്തിലുള്ള പ്രോജക്ട്സും അതുപോലെ തന്നെ പോളിസീസും ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഗ്ലോബലി വലിയ രീതിയിലേക്ക് ബയോഫ്യൂലിൻ്റെ ഒരു പുതിയ സാധ്യതകളിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുക, വലിയൊരു ടെക്നോളജിക്കൽ ആയിട്ടുള്ളൊരു മാറ്റമാണ്. ഇനി ആക്ച്വലി നമ്മൾ ഫ്യൂവൽ കൺസംഷൻ മാക്സിമം കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഗവൺമെൻറ് മാത്രമല്ല, പല ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും ഇപ്പം നമ്മൾ പല ഓർഗനൈസേഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പങ്കാളിയാവാമെന്ന് ഏറ്റിട്ടുണ്ട്. 12 ഗ്ലോബൽ അതുപോലെ തന്നെ 19 രാജ്യങ്ങളും 12 അന്താരാഷ്ട്ര സംഘടനകളും ഇതിനോട് ഐക്യദാർഢ്യം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മാറ്റത്തിനുള്ള ഒരു സാധ്യതയാവുമെന്നാണ് G20 ഫൈനൽ വിലയിരുത്തലായിട്ട് പറയുന്നത്. അതുമാത്രമല്ല, ഓൾറെഡി ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഗോബർധൻ എന്ന് പറഞ്ഞൊരു സ്കീം ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ PM ജീവൻ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സതാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് കൂടുതൽ ശക്തി പകരുന്ന രീതിയിലാണ് ഈ ഗ്ലോബൽ ഫ്യൂവൽ അലയൻസ് എന്ന് പറയുന്നത്, ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ചേഞ്ചസും ഇന്ത്യയിൽ ഉണ്ടാവും, പ്രോഗ്രസ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓക്കെ, ഗ്ലോബലി വലിയ രീതിയിൽ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ലോകത്ത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും എന്തുണ്ട്, പോവർട്ടി ഉണ്ട്, ദാരിദ്ര്യമുണ്ട്, വിശപ്പ് അടക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളിലേക്ക് എന്താ പറയുക, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പ്രൈസ് കമ്മോഡിറ്റി വിലകൾ കുറയ്ക്കുന്നതിനും എല്ലാ ആളുകൾക്കും നല്ല രീതിയിലുള്ള ഫുഡ് എത്തിക്കുന്നതിനും മാൽന്യൂട്രീഷൻ ഒഴിവാക്കുന്നതിനും പോഷകാഹാരമുള്ള മൂല്യമായിട്ടുള്ള ഭക്ഷണം എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് G20 എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു വിലയിരുത്തലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ്. ലോകം വെല്ലുവിളി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ പോവർട്ടി എന്ന് പറയുന്നത്, ദാരിദ്ര്യം എന്ന് പറയുന്നത്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സ്കീമുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പാരാമീറ്റേഴ്സും സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല. പോവർട്ടി ഇറാഡിക്കേഷൻ, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനത്തിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ സ്റ്റെപ്പ് കൈക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാൻഡമിക്, ഇപ്പം നമുക്കറിയാം ഒരു കൊറോണ വന്നു കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം നമ്മൾ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഗ്ലോബലി ഒരുപാട് തരത്തിൽ നമുക്ക് മാർക്കറ്റിങ്ങിലായാലും ആയിക്കോട്ടെ, സാമ്പത്തിക ശക്തിയിലായിക്കോട്ടെ, ഒരുപാട് തരത്തിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, പല ചെറുപ്പക്കാരും നമ്മളടക്കമുള്ള പല ചെറുപ്പക്കാരും എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ത് പറയാറുണ്ട്, കൊറോണ മൂലമാണ് എൻ്റെ പരീക്ഷ ഒരുപാട് കാലത്തേക്ക് നീട്ടിവെച്ചത്, അതുകൊണ്ട് എനിക്ക് സർവീസിൽ ഉദ്ദേശിച്ച സമയത്ത് കയറാനായിട്ട് പറ്റിയില്ല, ഇനി കൊറോണ മൂലം എൻ്റെ ബിസിനസ് തകർന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പം പാവപ്പെട്ടവനായി എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലും പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പാൻഡമിക് മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് വേണ്ടി ഒരു ഇൻ്റർനാഷണൽ ഒരു എന്താ പറയുക, ഒരു മയപ്പെടുത്തൽ സ്കീമുകളൊക്കെ മുന്നോട്ട് വെക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വുമൻ എംപവർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നടപടി കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടിയാലോചിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അപ്പോൾ ആഫ്രിക്കൻ യൂണിയനെ അക്സെപ്റ്റ് ചെയ്യുന്നത് വലിയൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ ബയോഫ്യൂവലിൻ്റെ അലയൻസ് എന്ന് പറയുന്നത് G20യുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. പിന്നെ ഇന്ത്യ, യൂറോപ്പ്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ IMEC എന്ന് പറഞ്ഞിട്ടുള്ള കോറിഡോർ പ്രധാനപ്പെട്ട ഒരു മാറ്റമാവാൻ പോകുമെന്നു എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ആ ഒരു സേവനം, അതിനോടൊപ്പം തന്നെ ഒരു സർവീസ് എന്നുള്ള രീതിയിൽ എന്താണ് ഈ ഫുഡ് സെക്യൂരിറ്റിയും അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ പോലെ പോവർട്ടി ഇറാഡിക്കേഷൻ പോലെയുള്ള സ്റ്റെപ്പുകളിലേക്കും G20യുടെ ശ്രദ്ധ പോയിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന, ലോകത്തിന് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം G20 പോലെയുള്ള വലിയൊരു സമ്മിറ്റിൽ അത്തരത്തിലുള്ള ടോപ്പിക്സ് ചർച്ചയാവുന്നു എന്ന് പറയുമ്പോൾ ഗ്ലോബലി അത് ചർച്ചയാവുന്നു. അപ്പോൾ പോവർട്ടി ഇറാഡിക്കേഷൻ ടു സം എക്സ്റ്റെൻറ്റ് എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുള്ള സ്റ്റെപ്സ് രാജ്യങ്ങൾ മുന്നോട്ട് വരും. അത് മറ്റ് രാജ്യങ്ങളും ആകർഷകനായിട്ട് അതിന് മുന്നോട്ട് വരും. അപ്പോൾ പ്രൈസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും. അങ്ങനെ അതിലൂടെ എന്താണ് പല രീതിയിലുള്ള പോവർട്ടി ഇറാഡിക്കേഷൻ സ്റ്റെപ്സ് മുന്നോട്ട് വന്ന് പോവർട്ടിയും അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറയും, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറയും. അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, G20യുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ്. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് 2023 എന്ന് പറയുന്നത്. ഇന്ത്യ G20യുടെ അധ്യക്ഷത വഹിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു മേഖലയിൽ നിന്ന് ഷുവറായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എന്താണ് തീമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഈ 3 തന്നിട്ടുള്ളത് ഏതാണ് അല്ലാത്തത് എന്ന് ചോദിക്കാം. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ G20 എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നമ്മൾ ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പ്രൗഡായിട്ട് നിൽക്കേണ്ട ഒരു സമയമാണ് ഈ G20 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വേദിയായിട്ടുണ്ട് എന്നുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ 2023 എന്ന് പറയുന്ന ഈ വർഷം ഇന്ത്യയിൽ കൂടുതലും വനിതാ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പല പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് വനിതകൾക്ക് കൂടുതൽ സ്ട്രെങ്ത് നൽകുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ തുടക്കം തന്നെ ജനുവരി മാസത്തിൽ നടന്നിട്ടുള്ളത്. പ്രഥമ അണ്ടർ-19 വനിതാ T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. ICCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടത്തിയിട്ടുള്ള അണ്ടർ-19 വുമൻസ് T20 വേൾഡ് കപ്പ് ആയിരുന്നു 2023 അരങ്ങേറിയത്. സൗത്ത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു അരങ്ങേറിയത്. അതിൽ ഇന്ത്യയിലെ ചുണക്കുട്ടികളായിട്ടുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചാമ്പ്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് ആ ചാമ്പ്യൻസ് ആയിട്ട് കപ്പുമായിട്ട് നിൽക്കുന്ന ഇമേജ്. 2023 ജനുവരി സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഈ ഒരു പ്രഥമ അണ്ടർ-19 വേൾഡ് കപ്പ് നമ്മൾ സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ശക്തമായിട്ട് നല്ല രീതിയിലാണ് ഫ്രഷ് സ്റ്റാർട്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ തന്നെ ജനുവരി മാസത്തിൽ തന്നെ ശക്തമായിട്ടുള്ള ഒരു ICCയുടെ ഇവൻറ്റ് നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് നല്ല രീതിയിലൊരു പോസിറ്റീവായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ഈ ഇവൻറ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ചാമ്പ്യൻ
ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ടൂർണമെൻറ്റിൻ്റെ ചാമ്പ്യൻസ് ആയിട്ട് മാറുകയായിരുന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ഈ ഒരു ഇവൻറ്റിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തത് ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ കൂടി ആയിട്ടുള്ള ഗ്രേസി സ്റ്റിവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറിനെയാണ്. ഗ്രേസി സ്റ്റിവൻസിൻ്റെ പ്ലെയറിന് ഒരു ടൂർണമെൻറ്റിൻ്റെ ബെസ്റ്റ് പ്ലെയർ എന്നുള്ള അവാർഡ് വാങ്ങുന്ന ഒരു ഇമേജാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. ഇനി ഫൈനലിൽ വന്നിരുന്ന ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ടിറ്റാസ് സാധു എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ പ്ലെയറാണ്. ഗ്രേസി സ്റ്റിവൻസ് ഒരു ബാറ്റർ മാത്രമല്ല, ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ കൂടി മാത്രമല്ല, അത് ഒരു ബൗളർ കൂടിയാണ്, ഒരു ഓൾറൗണ്ടറാണ് അവർ. അപ്പോൾ ബാറ്റിങ്ങും അതുപോലെ തന്നെ ബോളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ അവർക്ക് പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റ് സ്റ്റാർട്ടിങ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ അണ്ടർ-19 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. പ്രഥമ ടൈറ്റിൽ ആയതുകൊണ്ട് തന്നെ നമുക്കത് നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു ഹൈലൈറ്റ് ആണ്. ഇനി അടുത്തത് പറയുന്നത് ഇന്ത്യ ഒരു ഗ്ലോബലി മറ്റൊരു സംഭവത്തിന് വേദിയായിട്ട് മാറിയിട്ടുണ്ട്. 2023 പുരുഷന്മാരുടെ ഹോക്കി വേൾഡ് കപ്പ്, ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആ ഒരു വേൾഡ് കപ്പിന് വേദിയാവാൻ ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായിട്ടുള്ള ഒഡീഷയ്ക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഒഡീഷ എന്ന് പറയുന്ന സ്ഥലത്ത് 2 നഗരങ്ങളുണ്ട്, ഭുവനേശ്വറും അതുപോലെ തന്നെ റൂർക്കലയും. ആ 2 നഗരങ്ങളിൽ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ FIH എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ വേൾഡ് കപ്പ് നടത്തിയിരുന്നത്. ഇന്ത്യക്ക് അതിൽ ഈ ത്രൂ ഔട്ട് പരമ്പരയിൽ നമുക്ക് ജയിക്കാനൊന്നും സാധിച്ചില്ല. പക്ഷേ എന്താണ്, മികച്ച രീതിയിൽ നമുക്ക് ഹോസ്റ്റ് ആവാനായിട്ട് സാധിച്ചു. അത് മാത്രമല്ല ഈ മികച്ച രീതിയിലുള്ള ഈ ഒരു കോൺട്രിബ്യൂഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല രീതിയിലുള്ള എഫേർട്സ് എടുത്തിട്ടുണ്ട് ആ സ്റ്റേറ്റ്, ഒഡീഷ സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയാലും ആ ഗവൺമെൻറ് ആയാലും. കാരണം നല്ല രീതിയിലാണ് അത് ഇവൻ്റ് ഹോസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ എല്ലാവർക്കും വന്ന ടീമുകൾക്കെല്ലാം തന്നെ അക്കോമഡേഷനും ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളും ആ ഒരു ടൂർണമെൻറ്റ് തന്നെ വളരെ മികച്ച രീതിയിൽ സംഘാടന മികവ് കൊണ്ട് കാണിച്ചതുകൊണ്ട് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡന്റിൻ്റെ തയ്യബ് ഇക്രം എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിഡന്റിൻ്റെ മികച്ച സമ്മാനം, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡന്റിൻ്റെ സമ്മാനം, മികച്ച പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ചീഫ് മിനിസ്റ്ററിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള വിനയ് കുമാർ പാണ്ഡ്യൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, VK പാണ്ഡ്യൻ അല്ലെങ്കിൽ വിനയ് കുമാർ പാണ്ഡ്യൻ എന്നറിയപ്പെടുന്ന ഒഡീഷ ചീഫ് മിനിസ്റ്ററിൻ്റെ സെക്രട്ടറിക്ക് എന്ത് നേടാൻ സാധിച്ചു? FIHൻ്റെ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻസ് അവാർഡ് നേടാനായിട്ട് സാധിച്ചു. ഈ അവാർഡ് നൽകുന്നത് ഹോക്കിയുമായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലിയോ ഹോക്കിയിലേക്കുള്ള മികച്ച സംഭാവനകൾക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ, ഒരു ആദരവ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രസിഡൻസ് അവാർഡ് നൽകാറുള്ളത്. അതിന് ഈ VK പാണ്ഡ്യൻ അർഹനായി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഒരു കൊച്ചു സംസ്ഥാനത്ത് ഒരു ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ഇവൻ്റ് ആയിട്ടാണ് അത് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ റൂർക്കല എന്ന് പറയുമ്പോൾ ഭുവനേശ്വർ എന്ന് പറയുമ്പോൾ 2 സ്റ്റേഡിയം, ഓക്കെ, ബിജു കലിംഗ സ്റ്റേഡിയം എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്റ്റേഡിയം, അതുപോലെ തന്നെ ബിജു പട്നായിക്കിൻ്റെ ഒരു സ്റ്റേഡിയം, അങ്ങനെ 2 സ്റ്റേഡിയത്തിലാണ് ഇവൻ്റ് ഹോസ്റ്റ് ചെയ്തത്. വളരെ മികച്ച രീതിയിൽ ഹോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഹൈലൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഇവൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ടാറ്റയായിരുന്നു ഒഫീഷ്യലി ഇതിൻ്റെ പാർട്ട്നേഴ്സായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇതിൻ്റെ മാസ്കോട്ടായിട്ട് സെലക്ട് ചെയ്തിരുന്നത് ഒലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ്. ഓക്കെ, ഒലി എന്ന് പറഞ്ഞുള്ള ടേമായിരുന്നു FIH മെൻസ് ഹോക്കി വേൾഡ് കപ്പിൻ്റെ ഇതിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചാമ്പ്യൻസ് ആവാൻ നമുക്ക് സാധിച്ചില്ല. ജർമ്മനിയും ബെൽജിയം തമ്മിലായിരുന്നു ഫൈനലിൽ വന്നിരുന്നത്. ജർമ്മനി കപ്പടിക്കുകയും ബെൽജിയം റണ്ണേഴ്സ് അപ്പ് ആയിട്ട് മാറുകയും ചെയ്തു. പക്ഷേ ഇവൻ്റ് നല്ല രീതിയിൽ നമ്മളത് ഹോസ്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ, ജനുവരിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അവാർഡാണ് ഏതെന്ന് പറയുന്നത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്. 80ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പാട്ട് അതെന്ത് ചെയ്യുന്നു, ബെസ്റ്റ് ഒറിജിനൽ സോങ് എന്നുള്ള കാറ്റഗറിയിൽ അവാർഡിന് അർഹനാവുന്നു. ഏതാണ് ആ പാട്ട്? RRR എന്ന് പറഞ്ഞിട്ടുള്ള SS രാജമൗലി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയിലെ MM കീരവാണി സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള നാട്ടു നാട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഗാനം എന്ത് ചെയ്യുന്നു, ബെസ്റ്റ് ഒറിജിനൽ സോങ് എന്നുള്ള കാറ്റഗറിയിൽ 80ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് സ്വന്തമാക്കുന്നു. AR റഹ്മാൻ 2009 സ്ലം ഡോഗ് മില്ലിനിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടിന് ഈ ഒരു അവാർഡ് നേടിയതിനു ശേഷം നീണ്ട 14 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഒരു പാട്ട്, ഓക്കെ, ഒരു ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് എന്നുള്ള കാറ്റഗറിയിൽ അവാർഡ് വാങ്ങുന്നത്. ബെസ്റ്റ് ഒറിജിനൽ സോങ് എന്നുള്ള കാറ്റഗറിയിലും ആദ്യമായിട്ട് ഒരു ഗോൾഡൻ ഗ്ലോബ് വരുന്നത് ഈ നാട്ടു നാട്ടു എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിലൂടെയാണ്. കാരണം AR റഹ്മാൻ സ്വന്തമാക്കിയിട്ടുള്ളത് ബെസ്റ്റ് ഒറിജിനൽ സോങ് മിക്സിംഗ് എന്നുള്ള കാറ്റഗറിയിലാണ്. ഓക്കെ, ഒറിജിനൽ സ്കോർ എന്നുള്ള രീതിയിലാണ്. ഒറിജിനൽ സോങ് എന്നുള്ള കാറ്റഗറിയിൽ സ്വന്തമാക്കുന്നത് ആദ്യമായിട്ട് MM കീരവാണിയിലൂടെ ആർക്കാണ്, നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് ഈ നാട്ടു നാട്ടു എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിലാണ്. ഓക്കെ, ഇതാണ് 80ാമത് ഗോൾഡൻ ഗ്ലോബ് സ്വന്തമാക്കിയിട്ടുള്ള ആ ഇമേജ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ഒറിജിനൽ സോങ് എന്നുള്ള കാറ്റഗറിയിൽ RRR എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ നാട്ടു നാട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഗാനം എന്ത് ചെയ്യുന്നു, സ്വന്തമാക്കുന്നു MM കീരവാണി. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഈ പാട്ട് ആലപിച്ചിട്ടുള്ള രാഹുൽ കാലഭൈരവയും അതുപോലെ തന്നെ രാഹുൽ സിൽപുഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 ആളുകളും വളരെയധികം പ്രശംസനീയമാണെന്ന് ഒരുപാട് നാഷണൽ ലീഡേഴ്സും ഇൻ്റർനാഷണൽ ലെവലിലും ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്.
നമ്മൾ ഓൾറെഡി പറഞ്ഞു AR റഹ്മാനാണ് ഏറ്റവും ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്നത് സ്ലം ഡോഗ് മില്യണിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമയിലൂടെ ആദ്യമായിട്ട് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2009 ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ വരുന്ന അവാർഡാണ് 2023 ഈ പറഞ്ഞിട്ടുള്ള ഈ നാട്ടു നാട്ടു എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. അതിനുശേഷം ആ ഒരു സന്തോഷം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മാർച്ചിൽ മറ്റൊരു പ്രഖ്യാപനം കൂടി വരുന്നത്. അക്കാഡമി അവാർഡ്സിൽ എന്ത് സ്വന്തമാക്കുന്നു? ഇന്ത്യ 2 ഓസ്കാറുകൾ സ്വന്തമാക്കുന്നു. വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ എന്താ പറയുക ഒരു അവാർഡാണ് നമുക്കറിയാം ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത്, അക്കാഡമി അവാർഡ്സ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. 95ാമത് ഓസ്കാർ അവാർഡ്സ് അല്ലെങ്കിൽ അക്കാഡമി അവാർഡ്സ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഓരോ ഇന്ത്യനും വളരെ അഭിമാനത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. 2 അവാർഡുകൾ നമുക്ക് ലഭിക്കാനായിട്ട് സാധിച്ചു. ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള നാട്ടു നാട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഈ ബെസ്റ്റ് സോങ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലും അതുപോലെ തന്നെ ബെസ്റ്റ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഈ നമ്മളൊരു സിനിമയും സ്വന്തമാക്കാനായിട്ട് എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻ്ററിയും സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. അത് വലിയ രീതിയിൽ ഇന്ത്യയെ എന്താണ് നോക്കിക്കാണുന്ന ഒരു സംഭവം, ലോകത്തെ തന്നെ ഒരു മികച്ച ഒരു പാട്ട് ലഭിക്കുക എന്നുള്ള രീതിയിൽ ഇന്ത്യയെ ഷോക്കേസ് ചെയ്യുന്ന വലിയൊരു സംഭവമായിട്ടാണ് ഇന്ത്യ ഇതിനെ നോക്കിക്കണ്ടത്. RRR എന്ന് പറഞ്ഞ സിനിമ ഓൾറെഡി 80ാമത് ഗോൾഡൻ ഗ്ലോബിൽ അവാർഡ് വാങ്ങിയിട്ടുള്ള ഈ പാട്ട് തന്നെ 95ാമത് അക്കാഡമി അവാർഡ്സിലും എന്ത് ചെയ്യുന്നു? അവാർഡ് സ്വന്തമാക്കുന്നു. വലിയ സന്തോഷം തന്നെയാണ് നമുക്ക്. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തികി ഗോൺസാൽവസ് സംവിധാനം ചെയ്തിട്ടുള്ള ഗുനീത് മോഗ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ പ്രൊഡ്യൂസർ നിർമ്മിച്ചിട്ടുള്ള ഈ എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോർട്ട് ഫിലിം എന്ത് ചെയ്യുന്നത്? ബെസ്റ്റ് ഡോക്യുമെൻ്ററി എന്നുള്ള കാറ്റഗറിയിൽ അവാർഡ് വാങ്ങുന്നത്. ഓക്കെ, അതൊരു ചെറിയൊരു മുതുമലൈ നാഷണൽ പാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ബൊമ്മൻ ബെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള രഘു എന്ന് പറഞ്ഞൊരു ആനക്കുട്ടിയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. അവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. വലിയ രീതിയിൽ എന്താണ് അത് പ്രശംസന നേടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവർ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എലിഫന്റ് വിസ്പറേഴ്സിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്, ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഓസ്കാറിലൂടെ നേടുന്നത് വലിയ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഡോക്യുമെൻ്ററി എന്ത് ചെയ്യുന്നത് ഒരു അവാർഡ് സ്വന്തമാക്കുന്നത്. അതൊന്ന് അറിഞ്ഞിരിക്കുക. കാർത്തികി ഗോൺസാൽവസ് ആണ്, എക്സാംസിന് ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുക. കാർത്തികി ഗോൺസാൽവസ് ആണ് അതിൻ്റെ ഡയറക്ടർ. ഗുനീത് മോങ്കയും അതുപോലെ തന്നെ അജിൻ ചെയിനുമാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ബൊമ്മൻ ബെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള കപ്പിളിൻ്റെ കഥയാണ്. രഘു എന്ന് പറയുന്ന ഒരു ആനക്കുട്ടിയെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത്. ഏത് നാഷണൽ പാർക്കിനെ പറ്റിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതുമലൈ, തമിഴ്നാട്ടിലുള്ള മുതുമലൈ നാഷണൽ പാർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ഇനി ഇതിന് മുൻപ് നമുക്ക് ഇന്ത്യയിൽ ഓസ്കാർ ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1983 ഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ മികച്ച കോസ്റ്റ്യൂം ഡിസൈനിന് വേണ്ടി ആര് സ്വന്തമാക്കി? നമ്മൾക്ക് ആദ്യമായിട്ട് ലഭിക്കുന്ന ഓസ്കാർ എന്ന് പറയുന്നത് ബാനു അത്തയ്യ എന്ന് പറയുന്ന ലേഡിയിലൂടെയാണ്. ബാനു അത്തയ്യയിലൂടെ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഒരു ഓസ്കാർ വരുന്നത് ഏത് കാറ്റഗറിയിലാണ്? ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലാണ്. ഏതാണ് വർഷം? 1983. ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങനെ പോകുന്ന സമയത്താണ് 1992 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരുപാട് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരുപാട് എഫക്റ്റീവ് കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ സിനിമയോടുള്ള ലോക സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് മാനിച്ചുകൊണ്ട് സത്യജിത് റേ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള സംവിധായകന് എന്ത് ചെയ്യുന്നു? ഓണറി അവാർഡ് നൽകുന്നത്, ഓസ്കാർ അവാർഡ് നൽകുന്നത്. അത് ആക്ച്വലി ഒരു കാറ്റഗറിയിൽ വരുന്നതല്ല, പക്ഷേ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡാണ് അതിലൂടെ വരുന്നത്. പിന്നീട് അതിനുശേഷം പിന്നെ വരുന്നു 2009 3 ഓസ്കാറുകൾ ഒരുമിച്ച്. ആർക്കൊക്കെ? മലയാളി തിളക്കം വരുന്നു അവിടെ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബെസ്റ്റ് സൗണ്ട് മിക്സിങ്ങിന് വേണ്ടി മലയാളി എന്ത് ചെയ്യുന്നു? ആ അക്കാഡമി അവാർഡ്സിൻ്റെ വേദിയിൽ എത്തി നിൽക്കുന്നു. ഓരോ മലയാളിക്കും അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത്. അതിനോടൊപ്പം തന്നെ നമുക്ക് പേര് കേട്ടിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ കൂടിയായിട്ടുള്ള AR റഹ്മാൻ ബെസ്റ്റ് ഒറിജിനൽ സോങ് സ്കോർ എന്നുള്ള കാറ്റഗറിയിലും ബെസ്റ്റ് ഒറിജിനൽ സോങ് മിക്സിംഗ് എന്നുള്ള കാറ്റഗറിയിലും 2009 സ്ലം ഡോഗ് മില്യണിയറിലൂടെ എന്ത് ചെയ്യുന്നു? അവിടെയും ഓസ്കാർ വാങ്ങുന്നു. ഇനി ഇതിലെ മികച്ച രചയിതാവ് എന്നുള്ള രീതിയിൽ ലിറിസിസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ ഗുൽസാറും എന്ത് ചെയ്യുന്നു? ബെസ്റ്റ് ഒറിജിനൽ സോങ് എന്നുള്ള കാറ്റഗറിയിൽ അവിടെയും അവാർഡ് വാങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെ എത്ര പേർക്ക് ഓസ്കാർ ലഭിച്ചിട്ടുണ്ട്? ആദ്യം ബാനു അത്തയ്യയിലൂടെ കോസ്റ്റ്യൂം ഡിസൈനിലേക്ക് വരുന്നു, പിന്നെ സത്യജിത് റേയിലൂടെ വരുന്നു ഇന്ത്യയിലേക്ക്. അതിനുശേഷം 2009 3 പേർക്ക് ലഭിക്കുന്നു: ഗുൽസാർ, റസൂൽ പൂക്കുട്ടി, AR റഹ്മാൻ. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് MM കീരവാണിയുടെ നാട്ടു നാട്ടു എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻ്ററിയിലൂടെ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഇന്ത്യ ഓസ്കാർ ലഭിക്കുന്നത് വലിയ രീതിയിലാണ്, നല്ല രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പഴയ ചരിത്രം ഒന്ന് തന്നെ നോക്കി വെക്കുക. കാരണം എക്സാംസിന് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഇനി അടുത്തത് നമ്മൾ നോക്കിക്കാണുന്നത് സ്പോർട്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റ് എന്ന് പറയുന്നത് IBAയുടെ വുമൻ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. 13ാമത്തെ എഡിഷനാണ് നടന്നിരുന്നത്. ഇന്ത്യ ആകെ 4 മെഡലുകളെ സ്വന്തമാക്കിയുള്ളൂ. പക്ഷേ ആ 4 നേടിയത് തനി സ്വർണ്ണമായിരുന്നു. 4 മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ ആ ഒരു ബോക്സിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ലോകത്തിന് മുമ്പിൽ ഒരു വലിയ ഡോമിനൻറ്റ് ശക്തിയായിട്ട് നിലനിൽക്കുന്നു. അത് വലിയ രീതിയിലാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് നോക്കിക്കാണുന്നത്. സ്പോർട്സ് രംഗത്ത് ക്രിക്കറ്റും ഹോക്കിയും വേൾഡ് കപ്പും മാത്രമല്ല ബോക്സിങ്ങും റെസ്ലിങ്ങും ഒരുപാട് തരത്തിലുള്ള ഇവൻറ്റ്സ് ഇന്ത്യയിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത് നടക്കാൻ പോകുന്ന 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു മെഡൽ ഷുവറായിട്ടും ഈ ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അത് 2023 നമ്മൾ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ഇവൻ്റ് ആയതുകൊണ്ട് 4 പെൺകുട്ടികളാണ് അതിൽ വുമൻ ബോക്സിങ്ങിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഒന്ന് മീഡിൽ വെയ്റ്റ് കാറ്റഗറിയിൽ ലവ്ലിന ബോർഗഹെയ്ൻ 75 കിലോ കാറ്റഗറിയിൽ സ്വർണം നേടിയെങ്കിൽ, പിന്നെ നീതു ഗൻഗാസ് നേടിയത് മിനിമം വെയ്റ്റ് കാറ്റഗറിയിലാണെങ്കിൽ, നിഖാത് സെറീൻ സ്വന്തമാക്കിയിട്ടുള്ളത് 50 കിലോഗ്രാം ഉള്ള ലൈറ്റ് ഫ്ലൈ വെയ്റ്റ് കാറ്റഗറിയിലാണെങ്കിൽ, സാവിതി ബുറാൻ സ്വന്തമാക്കിയിട്ടുള്ളത് ലൈറ്റ് ഹെവി വെയ്റ്റ് കാറ്റഗറിയിലാണ്. അങ്ങനെ ഈ 4 വനിതാ താരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ അഭിമാനമായിട്ട് നിലനിന്നിട്ടുണ്ട്. അങ്ങനെ 4 സ്വർണം എന്ത് ചെയ്തു, IBAയുടെ വുമൻ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അതും വലിയൊരു ഹൈലൈറ്റ് ആണ് ഇന്ത്യ കാണുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏഷ്യ കപ്പിൽ മെൻസ് ജൂനിയർ ഹോക്കി ഏഷ്യ കപ്പ് ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട കാണുന്നത് ഈ ഒമാനിൽ വെച്ച് നടന്ന ഈ ഒരു ഇവൻറ്റിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ എന്ത് ചെയ്തു, ആ ഒരു നമ്മുടെ ഏഷ്യ കപ്പ് സ്വന്തമാക്കി. ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. കാരണം ഹോക്കിയിൽ കുറേ കാലമായിട്ട് നമ്മൾ എന്താ പറയുക, ഒരു കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നമുക്കൊരു വെങ്കലം നേടാനായി അതിലൂടെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ്, ഹോക്കിയുടെ ലോകത്തേക്ക് തിരിച്ചുവരവാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ സാധിച്ചു. അതിപ്പോൾ 4ാമത്തെ ടൈറ്റിൽ ഏഷ്യ കപ്പിൽ സ്വന്തമാക്കി ഇന്ത്യ. മെൻസ് ജൂനിയർ ഏഷ്യ കപ്പ് ഒമാനിൽ വെച്ച് നടന്ന ഇവൻ്റ് സ്വന്തമാക്കി. ഇന്ത്യയുടെ സ്ട്രൈക്കറായിരുന്ന അരേജിത് സിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോററായിട്ട് ആ അവാർഡ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ആ അവാർഡ് ഫോട്ടോ എങ്കിൽ ഇവിടെ അരേജിത് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആ ഒരു മികച്ച ഗോൾ സ്കോറർ എന്നുള്ള ടോപ്പ് സ്കോറർ എന്നുള്ള അവാർഡ് വാങ്ങുന്ന ആ ഇമേജ് ആണ് ഈ കാണുന്നത്. അപ്പോൾ 8 ഗോളുകളാണ് അദ്ദേഹം ഈ ഒരു ത്രൂ ഔട്ട് ടൂർണമെൻറ്റിൽ സ്വന്തമാക്കിയത്. കഴിഞ്ഞില്ല, ഇതുപോലെ ഒരുപാട് ഹൈലൈറ്റുകൾ ഇന്ത്യക്കുണ്ട്. ഇതുപോലെ ഇത് കഴിഞ്ഞു വരുന്ന ഏഷ്യ കപ്പ് നമ്മൾ സ്വന്തമാക്കി. ഇന്ത്യയുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമ്മൾ ISROയിൽ നിന്ന് നമ്മൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. ആദിത്യ L1 വിക്ഷേപിച്ചു. ഇന്ത്യ ICCയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പങ്കെടുത്തു. ഇന്ത്യ ICCയുടെ മെൻസ് വേൾഡ് കപ്പിൽ ഫൈനലിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ സാഫ് കപ്പ് സ്വന്തമാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഇനിയൊരു വരും സെഷനുകളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. എക്സാമിന് ഷുവറായിട്ടും ചോദിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുപോലെ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.